ഇപ്പോൾ UDF വന്നു കഴിഞ്ഞാൽ ആ കേരള കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് UDFന് ഡിസിഷൻ മേക്കറാവും, മുസ്ലിം ലീഗ് ഡിസിഷൻ മേക്കറാവും. അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരിടത്തേക്ക് പവർ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴുണ്ടല്ലോ അത് തെറ്റാണ്. അയാൾ കഴിഞ്ഞാൽ പ്രളയമാണോ? അയാൾ കഴിഞ്ഞാൽ ഈ കേരളം മുന്നോട്ട് പോകണ്ടേ? അപ്പോൾ ആരാണ് ഒരു സെക്കൻഡ് ലെവൽ ലീഡർഷിപ്പിലെ നവകേരള സദസ്സൊക്കെ എൻ്റെതല്ല, എൻ്റെ ഫിഗർ 6 പൈസയായിരുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കോടിയുടെ ബസ് വാങ്ങിച്ചു. ഈ ലീഡർഷിപ്പ് എന്താ പറഞ്ഞു? ആ ബസ് മ്യൂസിയത്തിൽ വെക്കും. ആ മ്യൂസിയം ഇപ്പോൾ KSRTCയുടെ എങ്ങനെ കണ്ടം ചെയ്ത് വെച്ചിട്ടുണ്ട് 1 കോടിയുടെ ബസ്. ഒരു സെക്കൻഡ് ലെവൽ ലീഡർഷിപ്പ് ഇവരുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇവർ ഉയർത്തി കാണിക്കുന്നത് KK ശൈലജ, MB രാജേഷ്, P രാജീവ് ഒക്കെയാണ്. KK ശൈലജയുടെ പൈങ്കിളി കഥകളാണ് ഞാൻ വെളി കേൾക്കുന്നത്. അമേരിക്കയിൽ നിന്ന് ഫോൺ വിളിച്ചു, ഞാൻ വീട്ടിൽ പോയപ്പോൾ പിണറായി വിജയൻ അച്ഛനാണെന്ന് പറയുന്നു. PP കിറ്റിൽ ലോകായുക്തയിൽ കേസുണ്ട് കേട്ടോ. ലോകായുക്തയുടെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് ആ കേസ് അന്വേഷിക്കാൻ പറ്റാത്തത്. ചോദിച്ചപ്പോൾ പറഞ്ഞത് പിണറായി വിജയനോട് ഞാൻ ചോദിച്ചു, മേടിച്ചോളാൻ പറഞ്ഞത്. 500 രൂപയുടെ PP കിറ്റ് 1500 രൂപയ്ക്ക് റായ്ക്ക് രാമൻ, അതിൻ്റെ ഡോക്യുമെൻ്റ് മൊത്തം എൻ്റെ കയ്യിലുണ്ട്. MB രാജേഷിൻ്റെ കാര്യം അദ്ദേഹം വാട്ട് അബൌട്ട് കാര്യമാണ്. ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ പറയും ഡൽഹിയിൽ അങ്ങനെയില്ലേ, ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ പറയും പഞ്ചാബിൽ അങ്ങനെയില്ലേ, ഇത് പറഞ്ഞുകൊണ്ട് നടക്കും. രാജീവിൻ്റെ കാര്യം MRI സ്കാനിങ് മെഷീനൊക്കെ ഇവിടെ ചെയ്യുമെന്നാണ് പുള്ളി പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഡാറ്റയുടെ പുറകെ നടക്കുന്ന ആളായതുകൊണ്ട് ഇതൊക്കെ നമ്മൾ തപ്പാൻ പോകും. ഞാനെങ്കിലും കണ്ടിട്ടില്ല ഇവിടെ ഏത് ഫാക്ടറിയിലാണ് MRI സ്കാനിങ് മെഷീൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പാണ് ഇനി വരാൻ പോകുന്നത്. അതൊക്കെ EMSന്റെ കാലം മുതലേ ചോദിക്കുന്ന EMS കഴിഞ്ഞാൽ ആര്, കുറച്ച് കഴിഞ്ഞപ്പോൾ നയനാർ കഴിഞ്ഞാൽ ആര്, അച്യുതാനന്ദൻ കഴിഞ്ഞാൽ ആര്. അത് പാർട്ടിയിൽ അടുത്ത ലീഡർഷിപ്പ് സ്വാഭാവികമായിട്ട് അങ്ങോട്ട് വരും. അത് ലീഡർഷിപ്പ് പാർട്ടിയാണോ പ്രശ്നം? അയ്യപ്പ സംഗമത്തിന് ആളില്ലാത്ത കസേര കാണിച്ചപ്പോൾ അത് എന്ന് പറഞ്ഞ ആളാണ് പാർട്ടിയുടെ സെക്രട്ടറി. ബാലഗോപാലിൻ്റെ കാര്യം പറയാമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുക്ക നമ്മൾ കടത്തിൻ്റെ കാര്യം ചോദിച്ചു കഴിയുമ്പോൾ പുള്ളി അറിയും ഒമാനക്കാരും കൂടുതൽ ബെൻസ് കേരളത്തിലാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഇങ്ങനെ ന്യായവാദങ്ങൾ പറയുന്നവരാണോ ഇനി ഞങ്ങളെ ഭരിക്കാൻ വരാൻ? അപ്പോൾ എനിക്ക് ഇവരോടൊന്നും വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധമൊന്നുമില്ല. എനിക്ക് സംശയമേ ഉള്ളൂ ഇവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ.